എത്രയൊക്കെ തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചാലും, എത്രയൊക്കെ തവണ ദൈവത്തെ വിട്ടകന്നാലും വീണ്ടും നമ്മെ തേടി വന്ന് ആ വലിയ സ്നേഹത്തിലേക്ക് നമ്മളെ വലിച്ചടിപ്പിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. ആ ദൈവം ഒരു അവസരം കൂടി നമുക്ക് തരുന്ന ദൈവമാണ്. ഇന്നത്തെ വചനഭാഗത്തിന്റെ തലക്കെട്ടും ഇതുതന്നെ, ഒരു അവസരം കൂടി തരുന്ന ദൈവം. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പലവിധമായ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ട് ഇനി ദൈവത്തിന്റെ അരികിലേക്ക് എനിക്ക് തിരിച്ചു വരുവാൻ അവസരമില്ല എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ഉള്ളിലേക്കും ഈ വചനഭാഗം ആഴത്തിൽ ഇറങ്ങി വന്ന് കർത്താവിന്റെ കരത്തിലേക്ക് മുറുകെ പിടിക്കുവാനുള്ള ബലവും ധൈര്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനഭാഗത്തിലേക്ക് കടക്കുന്നു. പാപിയായ ഒരു മനുഷ്യനെ ഒരിക്കലും ദൈവം എന്നേക്കും തള്ളിക്കളയുകയില്ല. അവന് പിന്നെയും അവസരങ്ങൾ കൊടുത്ത് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കുവാൻ ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ അഥവാ വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റത്തിൽ പോകുവാൻ കാരണമായ വിഷയത്തിൽ തന്നെയായിരിക്കും അവർക്ക് ക്രമപ്പെടുത്തുവാനുള്ള അവസരവും ഒരുക്കപ്പെടുന്നത് എന്ന് കാണുവാൻ സാധിക്കും. കർത്താവെ, ഈ നല്ല പ്രഭാതത്തിൽ ഇത് ശ്രവിച്ച എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഇത് കേട്ട എല്ലാ വ്യക്തികൾക്കും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ലോകമെമ്പാടുമുള്ള കർത്താവിന്റെ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഇന്നത്തെ ദിവസത്തെ നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ സകല ബലവും അങ്ങ് സ്വർഗത്തിൽ നിന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം ഘോഷിച്ചാനന്ദിക്ക എന്ന് പറയുവാൻ തക്കവണ്ണം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിവസമാക്കി സ്വർഗം ഈ ദിവസത്തെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും, ഓരോ സംസാരങ്ങളും, ഓരോ പ്രവർത്തികളും കർത്താവെ അങ്ങയുടെ ഹിതപ്രകാരമായിരിക്കട്ടെ. ഞങ്ങളുടെ കൊതിയല്ലപ്പ, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടുവാൻ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.